മിഠായി വിൽക്കാനുണ്ട്, മിഠായി, മാമൂലുകൾ, മിഠായികൾ, ബാജകൾ, പീനട്സുകൾ. സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ബാജ കമ്പനിയുടെ പ്രൊഡക്റ്റും കൊണ്ടാണ്. ബാജ കമ്പനിയുടെ 2 തരം വിത്തുകളാണ്, കഴിക്കുന്ന വിത്തുകളാണത്. ബാജ എന്ന കമ്പനിയുടെ വൈറ്റ് മത്തൻ്റെ വിത്തും അതുപോലെ കറുപ്പ് സൂര്യകാന്തിൻ്റെ വിത്തും, ഇത് 2 ആദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പിന്നെ സൗദിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വിത്ത് ബാജ എന്ന കമ്പനിയുടെ വിത്താണ്. ഏറ്റവും കൂടുതൽ സെയിലുള്ളത് അതാണ്. ഹായ് സുഹൃത്തുക്കളെ, അഷ്റഫ് പുതുക്കോടാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ബാജ, പീനട്സ് അങ്ങനെയുള്ള കുറച്ച് നട്ട്സുകൾ, വിത്തുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ പുതിയൊരു മാമൂല് കൂടി വന്നിട്ടുണ്ട്. ലോലി മാമൂലാണ്, അതിനെയും പരിചയപ്പെടുത്താം. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനെ നമ്മൾ പൊതുവെ ബ്ലാക്ക് ആയിട്ടുള്ള ദവാഷംസ് എന്നാണ് സൂര്യകാന്തി വിത്തിനെ പറയാറുള്ളത്. അതുപോലെ ബാജ കമ്പനി പൊതുവെ ആ വൈറ്റ് പറയാറുള്ളത് പുസൂസ് എന്നാണ്. പുസൂസ്, അത് സൗദികൾ അങ്ങനെയാണ് പറയാറുള്ളത്. ഇതിൽ തന്നെ 2 സൈസ് ഉണ്ട്. ഇതിൽ റോസ്റ്റഡ് ആണ്. ഇത് റോസ്റ്റഡിൻ്റെ ഒരു വിത്താണ്. റോസ്റ്റഡ് പറഞ്ഞാൽ വറുത്തെടുത്ത വിത്ത്. 2 സൈസ് വിത്താണ്. ദവാഷംസ് ഇത് 2 കടകളിൽ വിൽക്കുന്ന വില 1 റിയാലാണ് കേട്ടോ. കാർട്ടൂണ് 18 പീസിൻ്റെയാണ്. അത് 12 റിയാലും 20 പീസിൻ്റെ 18 റിയാലും നമ്മുടെ അടുത്തുള്ള വില. ദരീബ അടക്കം ഈ പീനട്സിൻ്റെ 10 റിയാലാണ് വരുന്നത്, 24 പീസ്. പീനട്സ് നമ്മുടെ നാട്ടിലെ നിലക്കടല, അത് ഇവിടെ എത്തിച്ചത് പ്രോസസ്സ് ചെയ്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ആക്കി അതിൽ ഒരുപാട് റെസിപ്പികളെല്ലാം ചേർത്ത് നന്നായിട്ടാണത് കഴിക്കാൻ. നല്ല രുചിയാണ് കേട്ടോ. അത് നമ്മളെ ദീമ കമ്പനീൻ്റെയാണ് ഈ പീനട്സ്. നല്ല പ്രൊഡക്റ്റുകളാണ് ദീമൻ്റെ. എല്ലാ സാധനവും, എല്ലാ പ്രൊഡക്റ്റുകളും ദീമൻ്റെ. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ദീമൻ്റെ. നാട്ടിൽ പോകുമ്പോൾ ഒരു വെറൈറ്റി. ഇത് കുറച്ച് ക്വാളിറ്റി കമ്മിയായതാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇത് 8 റിയാലേ വരുന്നുള്ളൂ. 24 പീസിന് അത് 8 റിയാലേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മാമൂൽ ലോലി, ഇത് പുതിയതൊന്നുമല്ല, പഴയതാണ്. അന്ന് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇത് എടുക്കാൻ കഴിഞ്ഞില്ല, കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഇത് നല്ല സെയിലുള്ള ഒരു മാമൂലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള പാക്കിങ് വരുന്നത്. ഇതിൽ 2 ഫ്ലേവറാണ് വരുന്നത്. മാമൂല് ശുക്ലാത്ത പറഞ്ഞ ചോക്ലേറ്റ്, പിന്നെ നാരിയൽ, ജവൽ ഹിന്ദ് എന്നൊക്കെ ഇവിടെ അറബിയിൽ പറയും. നമ്മളെ തേങ്ങയാണ്, നാളികേരം. അപ്പോൾ ഈ മാമൂലിന് വരുന്നത് നിങ്ങൾക്ക് കാർട്ടൂൺ പ്രൈസിൽ തരാൻ കഴിയുന്നതാണ്. പീസാണെങ്കിലും 8 റിയാലിന് നിങ്ങൾക്ക് തരാൻ കഴിയും. ഇത് 10 റിയാൽ പ്രിൻ്റ് ചെയ്ത് കടകളിൽ വിൽക്കുന്നതാണ്. ഇത്രയും ടേസ്റ്റുള്ള മാമൂല് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും മേടിച്ച് കഴിക്കും. സൗദികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റാണ്. ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി കുറച്ച് വീഡിയോകൾ ഇതിൽ ഇടുന്നുണ്ട്. ഇത് മദീനയിലെ ഈന്തപ്പഴം മാർക്കറ്റാണ്, തമർ മാർക്കറ്റ് എന്നുള്ള വീഡിയോ ആണ്. നമ്മൾ അടുത്ത വരുന്ന വീഡിയോ ഈ പത്താദീസിനെ കുറിച്ചിട്ട്, ഇവിടെ പത്താദീസ് എന്ന് പറയുക ചിപ്സുകളിനെ കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. അങ്ങനെ സൗദികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏറെക്കുറെ 90% ഐറ്റങ്ങളും എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാനൊരു കമ്പനിൻ്റെ കീഴിലല്ല,
മോസസാന്നാണ് സൗദിയിൽ നമ്മളെ പറയാൻ പറ്റുക. അപ്പോൾ നമ്മളത്തെ എല്ലാ കമ്പനിൻ്റെ സാധനവും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കടയിൽ നമ്മൾ ഇറക്കി കൊടുത്തത് അവർ പ്രിൻ്റ് അടിച്ചത് 14-15 ആ റേറ്റാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ അത്രയും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റുക. മാമൂലുകളും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ കടയിൽ കൊണ്ട് സെറ്റ് ചെയ്ത ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിൽ 90% സാധനവും എൻ്റെ കയ്യിലുള്ള ഐറ്റമാണ്. പിന്നെ ഇത് നമ്മളൊരു മലയാളി ബക്കാലയാണ്. മലയാളി ഫുഡിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണ് പറഞ്ഞാൽ, എൻ്റെ ഈ പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അടിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും. പുതിയ പുതിയ ചാനൽ പുതിയ വീഡിയോ ഇടാൻ എനിക്ക് എന്നാലാണ് പെട്ടെന്ന് സാധിക്കുള്ളൂ. നമ്മുടെ പാലക്കാട് ഇമാതിരിയുള്ള വിത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കുഴിച്ചിടും. അപ്പോൾ നാട്ടിലേക്ക് പോകണവർ അത്രയും പെട്ടെന്ന് വന്ന് മേടിച്ചോളി. നല്ല വില കുറവിലാണ് വിത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാട്ടിൽ പോയിട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പോഴേ ഇത് കുത്തിയിടാനല്ല തിന്നണതാണെന്ന് പറയണം പ്രത്യേകം. അല്ലെങ്കിൽ ആൾക്കാർ അതിനൊക്കെ കുത്തിയിടും, ലാസ്റ്റ് മുളയ്ക്കൂല, നിങ്ങൾക്ക് കുറ്റുമാവും. അപ്പോൾ പുതിയ വീഡിയോ ഇനിയും ഞാൻ വരും. ഓക്കെ, അസ്സലാമു അലൈക്കും.